ചങ്ങനാശ്ശേരി തുരുത്തി മുളയ്ക്കാന്തുരുത്തി റോഡിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിലെ മെല്ലപ്പോക്കിനുമെതിരെ കഴിഞ്ഞ 5 വർഷമായിട്ട് സഹിച്ചിരുന്ന ജനങ്ങൾ ഇന്ന് അണപൊട്ടി പ്രതിഷേധവുമായിട്ട് ഈ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തുരുത്തി യൂദാപുരം ഇടവകയുടെയും യുവദീപ്തിയുടെയും നേതൃത്വത്തിൽ 100 കണക്കിന് ജനങ്ങൾ, ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ പ്രതിഷേധവുമായിട്ട് ഈ റോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഏറ്റവും നല്ലൊരു റോഡായിരുന്നു കോട്ടയം ജില്ലയിലെ തുരുത്തി മുളയ്ക്കാന്തുരുത്തി റോഡ്. ആലപ്പുഴ ജില്ലയിലെ പദ്ധതിയുടെ മറവിൽ കോട്ടയം ജില്ലയിലെ ഈ തുരുത്തി മുളയ്ക്കാന്തുരുത്തി റോഡ് കുത്തിയിളക്കിയതിന് ശേഷം കഴിഞ്ഞ 5 വർഷമായിട്ട് ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഏറ്റവും അവസാനം ഇതുവഴി ഓടുന്ന ഏക ആശ്രയമായ KSRTC ബസ്സും ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് സർവീസ് അവസാനിപ്പിച്ചതോടുകൂടി പൊറുതിമുട്ടിയ ജനങ്ങൾ തുരുത്തി യൂദാപുരം ഇടവക വികാരിയുടെയും സിസ്റ്റേഴ്സിൻ്റെയും അവിടുത്തെ യുവദീപ്തി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ തെരുവിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ജനകീയ പ്രക്ഷോഭമാണ്, നാട്ടുകാരുടെ പ്രക്ഷോഭം. ഇവിടെ ഈ ഒരു റോഡിൽ കൂടെ നമുക്ക് ഒരു കാരണവശാൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കറിയാം, ആനവണ്ടിയിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന KSRTC പോലും അവിടെ സർവീസ് നിർത്തി. അപ്പോൾ ചെറിയ വണ്ടികൾക്ക്, ബൈക്കുകൾക്ക് ഈ വഴി ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. നമുക്കിവിടെ ഒരു ആശുപത്രിയുണ്ട്. എന്തോരം ആൾക്കാർ ചികിത്സ തേടി വരേണ്ട ഒരു ആശുപത്രി. അത് ആർക്കെങ്കിലും ആ വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവരിത് ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാക്കുക. അതിനുശേഷം ഇതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പൊതുശല്യം ഉണ്ടാക്കാതെ ഗവൺമെന്റിന്റെ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ ഇത് ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ല, ഇതിനുള്ള മറുപടി അടുത്ത വർഷം വോട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മളാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അവർ നമുക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാണ്ട് ഈ ഒരു റോഡിൽ കൂടെ നമ്മുടെ MLA യാത്ര ചെയ്യുന്നുണ്ടോ? ഇപ്പം ഒരു കാരണവശാലും യാത്ര ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ജനങ്ങളെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തേലും ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറയുന്നുണ്ടോ? അവിടെ എവിടെ ചില മീറ്റിങ്ങുകൾ കൂടും, ചില സമയത്ത് ചില ടെൻഡറുകൾ വിളിക്കും. കുറേ കഴിയുമ്പോൾ പറയും അത് ക്യാൻസൽഡായി, അടുത്ത ടെൻഡർ വിളിക്കാം. എത്ര വർഷമായി വിളി തുടങ്ങിയിട്ട്? എന്തേലും ഒരു തീരുമാനം നടക്കുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഇങ്ങനെ പോയാൽ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. പണ്ട് തണ്ണീർത്തടങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? വെള്ളം പറമ്പിൽ കെട്ടിവെച്ചിട്ട് സൂക്ഷിച്ചിട്ട് അന്ന് പറഞ്ഞ പോലെ പുതിയ ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണെന്ന് തോന്നുന്നു. റോഡിന്റെ നടുക്ക് തണ്ണീർത്തടങ്ങൾ, ചുറ്റുപാടുള്ളവർക്ക് വെള്ളം കൊടുക്കുക. ആ ഒരു തണ്ണീർത്തടം ഞങ്ങൾക്ക് റോഡിന്റെ നടുക്ക് വേണ്ട. മറിച്ച് ഇതിന് ക്രമീകരണങ്ങൾ ചെയ്തു തന്ന് ഈ റോഡിനെ ഉപയോഗയോഗ്യമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. പലവിധ ടെൻഡറുകൾ വിളിച്ചിട്ടും ഈ റോഡ് നന്നാക്കി ജനസഞ്ചാരമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ റോഡിന്റെ നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണ്. 2 സൈഡിലും ഓട. ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് അന്നത്തെ നിലയിൽ അത് കോൺട്രാക്ടർക്ക് വേണ്ടിയാണ്. കമ്മീഷൻ കിട്ടേണ്ട കാര്യങ്ങൾ കമ്മീഷൻ മേടിക്കുന്നുണ്ട്. കമ്മീഷൻ മേടിക്കട്ടെ. ഈ ആദ്യം ധന്യ കോൺട്രാക്ടേഴ്സ് എടുത്തു, അവർ 108 കോടി രൂപയ്ക്ക് എടുത്തു. രണ്ടാമത് റീബിൽഡ് കേരളായി പെടുത്തി വീണ്ടും ഇതെടുത്തു. അപ്പോഴൊക്കെ ഈ രണ്ടാമത്തെ ടെൻഡർ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ വിയ്യപുരം മുതൽ മുളയ്ക്കാന്തുരുത്തി പാലത്തിന്റെ പടിഞ്ഞാറ് വശം മാത്രമേ ഉള്ളൂ വിതിൻ ദ ഡിസ്ട്രിക്ട് ഓഫ് ആലപ്പുഴ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ മാത്രമുള്ള പരിപാടിയായത്. ഇങ്ങോട്ട് ഇനി അഡീഷണൽ ടെൻഡർ വേണം. ഇവിടെ വിദ്യാഭ്യാസമുള്ളവരും പത്രം വായിക്കുന്നവരും സാമൂഹിക സംവിധാനങ്ങളിലെല്ലാം നിലനിൽക്കുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉള്ളപ്പോൾ അവരെ കബളിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഞങ്ങളെ അത് ഇങ്ങോട്ട് വരുമ്പോൾ അഡീഷണൽ ആയിട്ടൊന്ന് ചേർക്കാമെന്ന് പറയുന്ന ഈ സംവിധാനം ശരിയല്ല. ഇതിന്റെ ഉത്തരവാദിത്തമുള്ളവരുണ്ട്. അവരവിടെ ഇവിടെ നിന്ന് മീറ്റിംഗ് കൂടുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നാളുകളിൽ ഇതൊരു വൻസമരമായി ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നാളെ MLAയുടെ വീട്ടിലും MLAയുടെ ഓഫീസിലും വരെ സത്യാഗ്രഹം ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത്. ഇതിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്നവരെ, ഇതിന്റെ പിന്താങ്ങുന്നവരെ, അവരാരെങ്കിലും ആയിക്കോട്ടെ, അതിൽ യാതൊരു മറ്റ് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. ജനങ്ങളുടെ ഈ സമരങ്ങളിലെ നിങ്ങൾക്കറിയാവുന്ന എന്നെങ്കിലും ഒക്കെ ജനങ്ങൾ സമരത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നേടുവാനുള്ള കഴിവ്
പ്രത്യേകിച്ച് ഈ തുരുത്തിക്കാർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ നിന്ന് കമ്മീഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഇത് ഹൈദരാബാദിൽ ഇരിക്കുന്ന ഒരു എഞ്ചിനീയറാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇത്രയും വലിയ പൊക്കത്തിൽ ഈ ഓട ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ റോഡിൽ കിടന്ന വെള്ളമൊക്കെ സൈഡിലുള്ള തോടുകളിലേക്ക് ഒഴുകി പോകുമായിരുന്നു ചെയ്തിരുന്നത്. ഞാനിത് MLA പറഞ്ഞതായി ഇത് സുപ്രീം കോടതിയിൽ നിന്നുള്ള പ്രോഗ്രാമാണ്, ഒരിടത്തും പോകരുതെന്നാണ് പറഞ്ഞത്. ഇത് ഉദയാപുരത്തെ പൊക്കി ഇതുണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ പ്രതിഷേധിച്ചു. അന്ന് അവർ സമ്മതിച്ചില്ല. ഞാൻ ഇവിടെ എല്ലാ നാട്ടുകാരോട് പലരോടും പറഞ്ഞു, അവരാരും ഇത് അംഗീകരിച്ചില്ല. പക്ഷേ ഇപ്പം എല്ലാവർക്കും വിഷമമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഗ്രാമസഭ കൂടിയപ്പോഴും ഈ കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ ഗ്രാമസഭയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടുത്തെ സൈഡിലോട്ടുള്ള റോഡുകൾ അത് ഈ താന്നു പോകുന്നു, ഈ ഓട വന്നപ്പോൾ താന്നു പോകുന്നു എന്ന് പറഞ്ഞത് അവരത് പഞ്ചായത്ത് മുഖേന അത് ശരിയാക്കി തരാമെന്നൊക്കെ അന്ന് പറഞ്ഞു. പക്ഷേ അത് ഒന്നും ഇവർ നടപ്പാക്കിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ നടപ്പിലാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിന് മുതിർന്ന അച്ഛനോടും ബാക്കി എല്ലാ നാട്ടുകാരോടും എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. തുരുത്തി യൂദാപുരം ഇടവകയുടെ യുവദീപ്തി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൻ ജനരോഷമാണ് ഇന്ന് തുരുത്തി മുളയ്ക്കാന്തുരുത്തി റോഡിൽ അരങ്ങേറിയത്. നമ്മുടെ കൂടെ തന്നെ ഇവിടുത്തെ യുവദീപ്തി പ്രവർത്തകരുണ്ട്. നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. യുവദീപ്തി പ്രസിഡന്റ് അല്ലേ? പേരെന്തായിരുന്നു? എൻ്റെ പേര് സാവിയോ മാത്യു ആലഞ്ചേരി. എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച യുവദീപ്തിയുടെ നേതൃത്വത്തിൽ, യുവജനങ്ങളുടെ നേതൃത്വത്തിൽ? കാരണം കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയതാണ്. പല കാരണങ്ങളാലും ടെൻഡറിന്റെ നീട്ടിപ്പോയി എന്ന് പറയുന്നു. പല കാരണങ്ങളാലും ഇത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു മഴക്കാലത്തിനിടയിൽ ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയാവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് പുറകെ കാണുമ്പോൾ തന്നെ അറിയാം, കുളം പോലെയാണ് നമുക്ക് ആ റോഡ് കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു ആശുപത്രിയുണ്ട്, ഒരു പള്ളിയുണ്ട്, സ്കൂളുണ്ട്. ഇത്രയും ആവശ്യമുള്ളൊരു മെയിൻ റോഡിലോട്ട് നമുക്ക് നല്ലൊരു വഴിയില്ലാത്തത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ യൂത്ത് എന്ന നിലയിൽ എല്ലാവരും കൂടെ ചേർന്ന്, നാട്ടുകാരും ഇടവക്കാരും കൂടെ ചേർന്ന്, ഇടവകയുടെയൊക്കെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും ഈ ഒരു സമ്മേളനം തന്നെ നമുക്കത് വ്യക്തമാക്കുന്നതാണ്. നല്ലൊരു പിന്തുണയാണ് കിട്ടിയിരുന്നത്. അതെ. തോടല്ല, നല്ല റോഡാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് അമ്മാനമാടുന്ന കോൺട്രാക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കുമൊക്കെ എതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തുരുത്തിയിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്.